ആളുകൾ നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് സംശയിക്കുമ്പോൾ ആത്മവിശ്വാസം കൈവിടുകയോ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ തരം കുറച്ച് കാണുകയോ ചെയ്യരുത്. പകരം ഇതോർക്കുക, ആളുകൾ എപ്പോഴും സ്വർണത്തെയാണ് അതിൻ്റെ പരിശുദ്ധിയെ ചൊല്ലി സംശയിക്കുന്നത്, അല്ലാതെ ഇരുമ്പിനെയല്ല. ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ഒരു റോളുണ്ട്. ചിലർ നിങ്ങളെ പരീക്ഷിക്കും, ചിലർ നിങ്ങളെ ഉപയോഗിക്കും, ചിലർ നിങ്ങളെ സ്നേഹിക്കും, ചിലർ നിങ്ങളെ പഠിപ്പിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ടവർ നിങ്ങളുടെ ഏറ്റവും നല്ല വശങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ആളുകളാണ്. ആളുകൾ നിങ്ങളോട് പരുഷമായി പെരുമാറുമ്പോൾ നിശബ്ദത പാലിക്കുക. അവർ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണ് എന്നല്ല, അവർ ആരാണെന്നതാണ് അവിടെ വെളിപ്പെടുന്നത്. ഉയർച്ച താഴ്ചകൾക്കിടയിലും അത്ഭുതകരമായി എന്തെങ്കിലും നന്മകൾ സംഭവിക്കാൻ പോകുന്നുവെന്ന് എപ്പോഴും വിശ്വസിക്കുക. എത്ര ചെറിയ കാര്യങ്ങളെയും വിലമതിക്കുക. നിങ്ങൾ ശരിക്കും സ്നേഹിക്കുന്നവരെ പുഞ്ചിരിയോടെ ഒന്ന് ചേർത്തണയ്ക്കാൻ മറക്കാതിരിക്കുക. മറ്റുള്ളവരുടെ ശ്രദ്ധ നേടുന്നതിനേക്കാൾ നമ്മൾ അവരുടെ ബഹുമാനം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിനായി ഒഴിവ് കഴിവുകൾ പൂർണ്ണമായി ഒഴിവാക്കി ഓരോ നിമിഷവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക. വ്യാജ സുഹൃത്തുക്കൾ നിഴലുകൾ പോലെയാണ്. അവർ നിങ്ങളെ സൂര്യനിൽ പിന്തുടരുന്നു, പക്ഷേ നിങ്ങളെ ഇരുട്ടിൽ ഉപേക്ഷിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം, എങ്കിലും മറ്റുള്ളവർക്ക് നമ്മുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള തെറ്റുകൾ ഒരിക്കലും സംഭവിക്കാതെ നോക്കണം. സങ്കടങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷത്തിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. അതിനാൽ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പരാജയമായി കണക്കാക്കരുത്. നിങ്ങൾ ആത്മാർത്ഥമായി ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയമോ ദൂരമോ ഒന്നും തന്നെ അയാളെ നിങ്ങളുടെ മനസ്സിൽ നിന്നും മായ്ക്കുകയില്ല. മറ്റുള്ളവർ എങ്ങനെ മാറുന്നു എന്നതല്ല, സ്വയം എങ്ങനെ മാറാമെന്നാണ് ചിന്തിക്കേണ്ടത്. ഒരു കാര്യവും പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക. ഇപ്പോൾ എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് തന്നെ തുടങ്ങുക. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല. നിങ്ങളുടെ പങ്കില്ലാതെ നിങ്ങൾക്ക് വിജയിക്കാനാവില്ല. നിങ്ങളുടെ പങ്കില്ലാതെ നിങ്ങൾക്ക് തോൽക്കാനുമാവില്ല. സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ട് മാറിപ്പോകുന്നത് പോലെ അറിവുദിക്കുമ്പോൾ അജ്ഞതയും മാറിപ്പോകുന്നു. ആരെയും അമിതമായി ആശ്രയിക്കരുത്. കാരണം വെളിച്ചമുള്ളതുവരെ മാത്രമേ സ്വന്തം നിഴൽ പോലും കൂടെയുണ്ടാവൂ. ആരോടൊപ്പമാണ് നിങ്ങൾ ചിരിച്ചതെന്ന് മറന്നേക്കാം, പക്ഷേ ആരുടെ കൂടെയാണ് കരഞ്ഞതെന്ന് നിങ്ങൾ ഒരിക്കലും മറക്കില്ല. ജീവിതത്തിൽ നാം എത്ര വിട്ടുവീഴ്ച ചെയ്താലും അകലാൻ ഉള്ളതെല്ലാം അകലും. പക്ഷേ അടുക്കുവാൻ താല്പര്യമുള്ളവർ ഒരു വഴി കണ്ടെത്തി അടുത്തുകൊണ്ടിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. നമുക്കൊരു വീഴ്ച സംഭവിച്ചാൽ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകരുത്. എങ്ങനെ നമ്മൾ വീണുപോയി എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കൊരിക്കലും ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയില്ല. പോയ കാലത്തെ മാറ്റാൻ നമുക്ക് കഴിയില്ല. ഇനിയുള്ള കാലത്ത് എന്താണ് സംഭവിക്കുക എന്നും അറിയില്ല. പിന്നെ എന്തിനാണ് നാം സങ്കടപ്പെടുന്നത്?